അങ്ങനെ നീര് കുത്തിയെടുത്തുള്ള ടെസ്റ്റ് കഴിഞ്ഞ് അയോളൊക്കെ പറയാൻ മറന്നു കേട്ടോ, കണ്ടിന്യൂസ് ആയിട്ട് വന്നു. അപ്പോൾ ഇതിൻ്റെ തൊട്ട് മുമ്പ് വിട്ട വീഡിയോൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് കേട്ടോ. അങ്ങനെ നീര് കുത്തിയെടുത്തതിൻ്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ വന്ന് അപ്പോൾ പറഞ്ഞ് സ്കാൻ ചെയ്തിട്ട് ഒന്നുകൂടി നീര് കുത്തിയെടുത്ത് നോക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ അതിനും വിട്ട് അല്ലോ അതിന് നമ്മൾ ഡോക്ടറെ പോയി കാണണം ഇതാക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോയി കണ്ട് അങ്ങനെയൊക്കെ ചെയ്തതാലും നീര് കുത്തിയെടുത്ത്. അപ്പോൾ പറഞ്ഞ് ഇത് സർജറി ചെയ്യേണ്ടി വരും, ഞാൻ സർജറി ഒപ്പിലേക്ക് എഴുതി തരാമെന്ന് പറഞ്ഞ് അവിടുന്ന് സർജറി ഒപ്പിലേക്ക് എഴുതി തന്ന്. അങ്ങനെ നമ്മൾ സർജറി എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരു പേടിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, എന്താണെന്നറിയില്ല. സാധാരണ എല്ലാവർക്കും പേടിയൊക്കെ ഉണ്ടാവില്ല, ഇത് സർജറി എന്നൊക്കെ പറഞ്ഞപ്പോൾ വീട്ടുകാർക്കൊക്കെ പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ തമാശക്ക് ഇങ്ങനെ പറയും, മുഴ വന്നിക്കണ തീരുമാനമായിട്ടോ, എല്ലാവരോടും തമാശക്ക് ഇങ്ങനെ പറയും എൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ട്. ആഗ്രഹങ്ങൾ എന്തെങ്കിലും തരാനോ എന്തെങ്കിലും വാങ്ങിത്തരാനോ ഒക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാവരും ചെയ്തന്നോളിട്ടോ, ഇങ്ങനെ ലാസ്റ്റാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെ തമാശക്ക് പറയും. സത്യം പറഞ്ഞാൽ പഠിച്ചോനെ തമാശ ഒന്നും ആരും അങ്ങനെ പറയണ്ട കേട്ടോ. അങ്ങനെ അതൊക്കെ ചെയ്ത് അങ്ങനെ ഞാൻ ഈ ശനിയാഴ്ച തോപ്പിൽ പോയി കാണിച്ച്. കാരണം ശനിയാഴ്ച ആയാൽ സ്കൂൾ ലീവുള്ള ദിവസമാണല്ലോ ഉണ്ടാവുക. അങ്ങനെ അത് നോക്കി ശനിയാഴ്ച തോപ്പിൽ പോയി. ശനിയാഴ്ച നമ്മളെ രമേശ് ഡോക്ടർ കേട്ടോ, നല്ല ഡോക്ടർ എന്ന് വെച്ചാൽ അടിപൊളി ഡോക്ടർ. മൂപ്പരെ പോയി കണ്ട് ഫസ്റ്റ് പോയ സമയത്ത് തന്നെ ഡോക്ടറെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം വേറൊരു ചെറിയ ഡോക്ടേഴ്സിൻ്റെ അടുത്തേക്കാണ് നമ്മളെ വിടുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരിട്ട് ആ ഡോക്ടറെ അടുത്തേക്ക് വിടുക, മെയിൻ ഡോക്ടറെ അടുത്തേക്ക് അയക്കും. അങ്ങനെ ഏതായാലും മെയിൻ ഡോക്ടറെ അടുത്തേക്ക് അയച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് സർജറി വേണ്ടി വരും, പക്ഷേ മാർച്ച് ഏപ്രിൽ ആ ഒരു സമയത്താണ് ഒഴിവുണ്ടാവുക, അല്ലാത്ത സമയത്ത് ഒഴിവുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടോ. ഡേറ്റ് കിട്ടാൻ പണിയാണ്, ഇപ്പോൾ ഭയങ്കര തിരക്കാണെന്നൊക്കെ പറഞ്ഞ്. ഞാൻ പറഞ്ഞു ഓ ആയിക്കോട്ടെ, സന്തോഷം. കാരണം ആ സമയമാകുമ്പോൾ സ്കൂൾ വെക്കേഷൻ ആണല്ലോ, ആ ഒരു സന്തോഷത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. പിന്നെയാണ് ചെറിയ ഓപ്പറേഷൻ, ചെറിയ സർജറി എന്നാണല്ലോ പറഞ്ഞത്, തൈറോയിഡിൻ്റെ സർജറി, അത്ര ചെറുത്, സിമ്പിൾ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ എന്നോട് പറഞ്ഞ ഇങ്ങനെ സാറ് തൊട്ടൊക്കെ ചെയ്തപ്പോൾ പറഞ്ഞ് ഇത്രയും വലിയ മൊയൻ്റെ ഉള്ളിൽ നിന്ന് നീര് കുത്തിയെടുക്കാൻ കഴിയുന്നില്ല എന്നെന്താ ഓല് പറഞ്ഞത്. നമ്മൾ ഒന്നുകൂടി എന്തായാലും ചെയ്യല്ലേ, എന്തായാലും ഒന്നുകൂടി ചെയ്ത് നോക്കാമെന്നും പറഞ്ഞ് ഡോക്ടർ എന്ത് ചെയ്ത് നീര് കുത്തിയെടുക്കാനുള്ള ടെസ്റ്റിന് ഒന്നുകൂടിയൊക്കെ എഴുതി തന്നിട്ടോ. അങ്ങനെ എഴുതി തന്നപ്പോൾ ഞാൻ അന്നേ ചെയ്യില്ലാന്ന് തോന്നുന്നു, കൂടെ ഒരാൾ വേണം. പിറ്റേ താഴ്ച ഞാൻ കൂടെ ഒരാളെയും കൂട്ടിപ്പോയിട്ട് നീര് കുത്തിയെടുത്ത് ടെസ്റ്റ് ചെയ്ത് ടെസ്റ്റിൻ്റെ റിസൾട്ട് ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചെടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞ് വേഗം തന്നെ എല്ലാ ടെസ്റ്റും ചെയ്യണമെന്ന്. ആ എല്ലാ ടെസ്റ്റും ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ ടെസ്റ്റ് ചെയ്യണം, അതേപോലെ മയക്ക് ഡോക്ടറെ കണ്ടിട്ടും വരണമെന്ന്. അപ്പം ഞാൻ ആലോചിക്കുക, ഏപ്രിൽ മെയ് മാസം ആ ഒരു മാസത്തിലാണല്ലോ ഈ സർജറി ചെയ്യാന്ന് പറഞ്ഞത്, പിന്നെന്താ അപ്പോഴേ ഇതൊക്കെ ചെയ്യുന്നത് ചോദിച്ചപ്പോൾ പിന്നെ വേഗം ചെയ്യാം നമുക്ക്, നിങ്ങളിതൊക്കെ ചെയ്ത് വരണോ, ഇപ്പം തന്നെ എല്ലാ ടെസ്റ്റും ചെയ്യുക, എന്നിട്ട് അടുത്ത ആഴ്ച വരുമ്പോഴേക്ക് ചിലപ്പോൾ റിസൾട്ട് കിട്ടുക, അപ്പോൾ ആ റിസൾട്ട് കൊണ്ടുവന്ന് കാണിക്കാൻ വേണ്ടിയതെന്നും പറഞ്ഞിട്ടോ. ഞാൻ പറഞ്ഞു ആ ആയിക്കോട്ടെ. എന്നാലും എനിക്ക് പേടി എന്ന സംഭവം ഉള്ളിലില്ലെങ്കിൽ അന്ന് ഞാൻ എൻ്റെ മോനെയും കൊണ്ടാണ് പോകുന്നത്, അലിമോനെയും കൊണ്ടാട്ടോ പോയത്. പാവോ അലിമോൻ അന്ന് കുറേ ക്ഷീണിച്ച് കിട്ടോ, എനിക്ക് ആലോചിക്കാൻ പറ്റില്ല. ഓനെയും കൊണ്ട് ഞാൻ കുറേ പോയിട്ടുണ്ട്, എല്ലായിടത്തും എന്താ പറയുക കറങ്ങി തിരിഞ്ഞ് അലഞ്ഞ് പാവോ ഹോസ്പിറ്റലിൽ മൊത്തം കണ്ടിട്ടുണ്ട്. ഓൻ്റെ പല്ല് കാണിക്കാമല്ലോ എന്നുള്ളതിൽ പോയതാ, അന്ന് പല്ല് കാണിക്കാനൊന്നും കഴിഞ്ഞില്ല. പിന്നെ മക്കളങ്ങനെയാണല്ലോ, ഓരോന്ന് പഠിക്കുക, എല്ലാവർക്കും എല്ലാം ഒരുപോലെ അല്ലല്ലോ ഉണ്ടാവുക. അങ്ങനെ എന്തായാലും ഞാൻ മോനെയും കൊണ്ട് പോയി എല്ലാ ടെസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് കഴിഞ്ഞ് പിറ്റേ ആഴ്ചയാണ് മയക്ക് ഡോക്ടറെ കണ്ടിട്ട് ചെല്ലാൻ പറഞ്ഞത്. പക്ഷെ മയക്ക് ഡോക്ടറെ കണ്ട് ചെല്ലാൻ പറഞ്ഞ എന്നോട് വിട്ടുപോയി. ഞാൻ ഈ ടെസ്റ്റിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ കൊണ്ട് ഡോക്ടറെ അടുത്ത് പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് മയക്ക് ഡോക്ടറെ കാണാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു.
അപ്പോൾ പിന്നെ ഞാൻ വീണ്ടും പിറ്റേത്തെ ആഴ്ച ഡോക്ടർ വീണ്ടും എഴുതി തന്ന്, അതിൽ എഴുതി തന്നുണ്ട് ഓൾറെഡി, പക്ഷെ അത് ഞാൻ നോക്കിയില്ല. അങ്ങനെ പിന്നെ ഡോക്ടർ എഴുതി തന്ന അതും കൊണ്ട് ഞാൻ മയക്ക് ഡോക്ടറെ കാണാൻ പോയി. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഞാൻ അടുത്തതായിട്ട് പറഞ്ഞുതരാം. വീഡിയോ ലോങ് ആയാലും ആർക്കും കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വീണ്ടും പറയുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ പറയാം.